ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. തട്ടിപ്പ് പുറത്തുവരും മുൻപ് തന്നെ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും തമ്മിൽ ഭിന്നത. NGO കോൺഫെഡറേഷൻ ബോർഡ് യോഗത്തിന്റെ ശബ്ദരേഖ ന്യൂസ് 18. ആനന്ദകുമാർ ഉറപ്പ് പാലിക്കാതിരുന്നതാണ് പദ്ധതി പാളാൻ കാരണമെന്ന് അനന്തു കൃഷ്ണന്റെ മൊഴി. സ്കൂട്ടറിന് ശേഷം പാതി വിലയിൽ കാർ നൽകാനും അനന്തുകൃഷ്ണൻ പദ്ധതിയിട്ടു. അറസ്റ്റ് കാർ പദ്ധതിയുടെ ആലോചനകൾ നടക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയതോടെ വീണ്ടും പരാതി പ്രവാഹം. കോട്ടയം SMEയിൽ നടന്ന റാഗിംഗ് അതിക്രൂരം. 5 മൂന്നാം വർഷ വിദ്യാർത്ഥികളും പോലീസ് കസ്റ്റഡിയിൽ. പ്രതികളെ സസ്പെൻഡ് ചെയ്തു. മനുഷ്യത്വമില്ലാത്ത ക്രൂരതയ്ക്കിരയായത് 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ. കയർ ബോർഡ് ഉദ്യോഗസ്ഥ ജോളി മധു ബോധരഹിതയാകുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന കത്ത് ന്യൂസ് 18. കടുത്ത മാനസിക പീഡനം നേരിട്ടെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും കത്തിൽ ജോളി. ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി കുടുംബം. ജോളിയെ സ്ഥലം മാറ്റിയത് ചട്ടം ലംഘിച്ചെന്ന് മുൻ ഉദ്യോഗസ്ഥൻ. ജോളിയുടെ സംസ്കാരം ഇന്ന് കൊച്ചിയിൽ. മലപ്പുറം തേൾപ്പാറയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. കോതമംഗലത്തെ കടുവയെ കൂട് വെച്ച് പിടിക്കാനാവില്ലെന്ന് വനം വകുപ്പ്. അതിരപ്പിള്ളിയിൽ മുറിവുണങ്ങാത്ത ആനയെ മയക്കുവെടി വെച്ച് പിടികൂടും. മുക്കം കാരശ്ശേരിയിൽ ക്യാമറയിൽ കുടുങ്ങിയത് പുലിയല്ല. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഹർത്താൽ തുടരുന്നു. മന്ത്രി ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം. പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കാൻ പ്രതിപക്ഷം. സ്വകാര്യ സർവകലാശാല ബിൽ അവതരണത്തിലും തീരുമാനം. പ്രതിപക്ഷം കാര്യമായി എതിർക്കില്ലെന്ന പ്രതീക്ഷയിൽ സർക്കാർ. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രിയുടെ മറുപടിയും ഇന്ന്. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കളമൊരുക്കി കോൺഗ്രസും. മുതിർന്ന നേതാക്കളെ ഇരട്ടി പോരാട്ടം കടുപ്പിക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ ചുമതല PC വിഷ്ണുനാഥിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ. അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനിടെ കൂടിക്കാഴ്ച നിർണായകം. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന സൂചന. ബിരേൻ സിംഗിന് പകരം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ല. മാരത്തോൺ ചർച്ചകൾ തുടരുന്നു. കുക്കി മേത്തൈ വിഭാഗക്കാർക്ക് പൊതുസമ്മതനില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന നിലപാടിൽ BJP. മഹാകുംഭമേളയിൽ ഇന്ന് മാഘപൂർണിമ. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കി ഉത്തർപ്രദേശ് സർക്കാർ. പാതി വിലയിൽ വീണ കേരളം. പാതി വില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് കാർ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്താൻ. പാതി വിലയ്ക്ക് ഇലക്ട്രിക് കാർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. ഇത് സംബന്ധിച്ച ആലോചനകൾ നടക്കുന്നതിനിടെയാണ് അനന്തു കൃഷ്ണൻ അറസ്റ്റിലാവുന്നത്. അനന്തുവിന്റെ ജീവനക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചിരുന്നതായി ഇയാളുടെ അയൽവാസിയും അഭിഭാഷകനുമായ A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനോടുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്ന് കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. പരാതികൾ പരിശോധിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഓരോ ദിവസവും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ അയൽവാസി പറയുന്നത് ഈ സ്കൂട്ടർ കഴിഞ്ഞ് EV വെഹിക്കിൾസിലേക്കായിരുന്നു, ഇലക്ട്രിക് വാഹനങ്ങളിലേക്കായിരുന്നു
കണ്ണു നട്ടിരുന്നത്. അതായത് കൂടുതൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ്. ഈ അക്കൗണ്ടിലാണെങ്കിൽ പണമില്ല, ഈ പൈസ എവിടെ പോയെന്ന് അറിയണം, ആരൊക്കെ ഇതിൽ കുരുങ്ങിയിട്ടുണ്ടെന്ന് അറിയണം. അങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ളത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും? ശ്രീജ, ക്രൈംബ്രാഞ്ച് സംഘം സത്യത്തിൽ വലിയ വെല്ലുവിളിയാണ് അഭിമുഖീകരിക്കുന്നത്. ഇത് കേരളം മുഴുവനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്രൈംബ്രാഞ്ച് ഒരു ഇതിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഇത്ര കണ്ട പരാതിക്കാരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സ്വഭാവമായിരിക്കില്ല പലപ്പോഴും ഉണ്ടാകുന്നത്. കുറച്ചുകൂടി അവർക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക. പക്ഷേ ഇത് ആ രീതിയിലല്ല ഇപ്പോഴുള്ളത്. കാരണം ഇത് സംസ്ഥാനത്തെമ്പാടുമായിട്ട് പരാതി വരികയാണ്. എല്ലാ മേഖലകളിൽ നിന്നും തന്നെ പരാതി വരുന്നു. പരാതിക്കാർ പല രീതിയിലുള്ളവരാണ്. അപ്പം പണം തട്ടിച്ച് അവർക്ക് നൽകിയ പണത്തിന് പകരം സ്കൂട്ടർ ലഭിക്കാത്തവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ ലഭിക്കാത്തവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റൊന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ. ഇവരെയും അവരായിരുന്നു ഇതിൻ്റെ മധ്യവർത്തികളായി നിന്നത്. അവരെ കബളിപ്പിച്ചു എന്ന പരാതി അവർക്കുണ്ട്. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെ മറ്റേ പണം നഷ്ടം അടച്ചവർ അവർ കൊടുത്ത പരാതികളുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരാതികളും കുറയുണ്ട്. ഇതിൽ ഓരോ ദിവസവും ചെല്ലും തോറും ഈ പരാതിക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. ഇന്നലെ മാത്രം 480-ലധികം പരാതികൾ സംസ്ഥാനത്ത് ലഭിച്ചു. അപ്പോൾ പരാതികളുടെ എണ്ണം വളരെ വിപുലമാണ്. ഈ പരാതികൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് സമാന സ്വഭാവമുള്ളത് പലതും ഒരു പരാതിയായി മാറ്റിക്കൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി ആ രീതിയിലുള്ളതായിരുന്നു. അതായത് 34 കേസുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നിരവധിയായ പരാതികൾ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ കേസ് എടുത്തിട്ടുള്ളതും ചെയ്യുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭ നടപടികളിലേക്കടക്കം കടക്കും. അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവരെല്ലാം തന്നെ മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ പരാതിക്കാരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പരാതിക്കാരെ അവർ എന്താണ് കൃത്യമായ രീതിയിലുള്ള അവരുടെ വിശദീകരണം എന്നതടക്കം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് കേട്ട മൊഴിയെടുപ്പിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അനന്തകൃഷ്ണനെ അടക്കം ഇനി തുടർ നടപടികളുടെ ഭാഗമായിട്ട് കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. നിലവിൽ അയാൾക്ക് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടു. കാരണം കോടതി തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നത് വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് എന്നതാണ്. അനന്തകൃഷ്ണൻ ബാധിച്ച സിവിൽ സ്വഭാവമുള്ള കേസാണെന്നാണ്. എന്നാൽ അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വണ്ടൻമേട് പോലീസ് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെയും തട്ടിപ്പ് നടന്നത് വിവിധ പോലീസ് സ്റ്റേഷനിൽ അടക്കം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇതിപ്പോൾ അനന്തകൃഷ്ണൻ്റെ അയൽവാസിയായ അഡ്വക്കേറ്റ് രാജേഷ് തന്നെ പറയുന്നത്. EV കാറുകളിലേക്ക് നീങ്ങാനായിരുന്നു അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നു. അത് കുറച്ചുകൂടി വിശാലമായ ഒരു മേഖല എന്ന രീതിയിൽ തന്നെയാണ്. കാരണം പൊതുവിൽ EV കാറുകളോടൊരു ആഭിമുഖ്യം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ മധ്യവർത്തിന് മുകളിലുള്ളവരെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് പദ്ധതി നടപ്പാക്കുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് എന്നതാണ് പറയുന്നത്. ഇതിൽ അനന്തകൃഷ്ണനും അതോടൊപ്പം തന്നെ ആനന്ദ് കുമാറിനുമെതിരെയാണ് കൂടുതലായിട്ടും പരാതികൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ പേരിൽ തന്നെയായിരിക്കും കേസുകളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു ഉറപ്പ് നൽകുകയും എല്ലാം ചെയ്തത് ആനന്ദ് കുമാറിലൂടെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇയാൾക്കുള്ളൊരു പങ്ക് എത്രത്തോളം ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പേർ പരാതിക്കാരായിട്ട് വരുന്നു. കൂടുതൽ പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ള പലരും പല കോണുകളിൽ നിന്ന് തന്നെ ഒരു പരാതികളുമായിട്ടെല്ലാം തന്നെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ശ്രീജ. ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതേസമയം ഈ പാതിവില പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് NGO കോൺഫെഡറേഷനുള്ളിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത്. പണം നിക്ഷേപിച്ചവർക്ക് വാഹനം കിട്ടാതായതോടെ NGO കോൺഫെഡറേഷൻ യോഗത്തിൽ ചോദ്യമുയർന്നു. ആനന്ദകുമാറും അനന്തകൃഷ്ണനും അപ്പോൾ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. ഇനി ആരിൽ നിന്നും പണം സ്വീകരിക്കരുതെന്നും ഇതുവരെ സ്വീകരിച്ച പണത്തിനുള്ള വാഹനങ്ങൾ എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്നും ആനന്ദകുമാർ പറയുമ്പോൾ പണം തിരികെ നൽകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം തന്റേതാണെന്നാണ് അനന്തകൃഷ്ണന്റെ മറുപടി. എന്നാൽ CSR ഫണ്ട് എത്തിക്കുമെന്ന ആനന്ദകുമാറിന്റെ ഉറപ്പ് പാളിയതാണ്
പദ്ധതി പൊളിയാൻ കാരണമെന്നാണ് അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി. മാസങ്ങൾക്ക് മുൻപ് നടന്ന ഓൺലൈൻ യോഗത്തിലാണ് പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് അംഗങ്ങൾ ആശങ്ക ഉയർത്തിയത്. ഇതോടെ ഇനി ആരിൽ നിന്നും പണം സ്വീകരിക്കരുതെന്ന് ആനന്ദകുമാർ അനന്തകൃഷ്ണന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഞാൻ അനന്തുവിൻ്റെ അടുക്ക് അന്നേ എനിക്കൊരു 4 മാസം മുമ്പ് പറഞ്ഞു, അനന്തു 2 വീലർ 50,000 രൂപ അവർ തരുന്നു, 56,000 രൂപ നിങ്ങളിടുന്നു, നിങ്ങളുടെ കമ്പനി ഇടുന്നു, അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ്. ഇതാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ശരിയാണെങ്കിൽ അനന്തു ഒരു 4 or 5 തവണ ഞാൻ ചോദിച്ചു അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറയാനായിട്ട്. ഇപ്പം എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ എൻ്റെ സായി ട്രസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് 2 മിനിറ്റ് മതി. അതിൻ്റെ സ്പ്ലിറ്റപ്പ് എന്നുള്ളത് ഞാൻ മീൻ ചെയ്തത് ഒരു വാക്കെന്നുള്ളതല്ല. ഞാൻ മീൻ ചെയ്തത് 56,000 രൂപ നിങ്ങളുടെ കമ്പനി ഇടുമ്പോൾ അതിൽ 10,000 രൂപ മാർക്കറ്റിംഗ് ഫണ്ടാണ്, അതിൽ 20,000 രൂപ ഇന്ന ഫണ്ടാണ്, അതിൽ 30,000 രൂപ വേറെ ഏതെങ്കിലും പാർട്ടി തന്നതാണ്. ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഒരു യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല. ഇതിൽ എൻ്റെ ഒരു അഭ്യർത്ഥന, ചെയർമാൻ ഉൾപ്പെടെ 1 രൂപ ഈ ഇന്നത്തെ ദിവസം മുതൽ 1 രൂപ മേടിക്കുകയോ മേടിച്ചതിന് അയച്ചു എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുകയോ പാടില്ല, ദയവ് ചെയ്ത്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ, ഈ നിർദ്ദേശം വന്നപ്പോൾ ഇനി ആരിൽ നിന്നും പണം സ്വീകരിക്കില്ല എന്നാണ് യോഗത്തിൽ അനന്തകൃഷ്ണൻ നിലപാടെടുത്തത്. ഇതുവരെ പിരിച്ച പണത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും യോഗത്തിൽ ഉറപ്പു നൽകി. തനിക്ക് പണം വന്ന വഴിയും അനന്തു ഈ യോഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ ഇതിനകത്ത് 1 രൂപ കോൺഫെഡറേഷൻ, ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ രാവിലെ ശിവചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു, നമുക്ക് ഇന്ന് സാറിന് ഞാൻ വോയിസ് ഇട്ടപ്പോഴും പറഞ്ഞു, ഇന്നത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരാളും എവിടെയാണ് ഞങ്ങളുടെ പൈസ എന്ന് ചോദിക്കാത്ത വിധത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നത് പോലെ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഫിനാൻഷ്യൽസിൽ പറയാനുള്ളത്. ഓരോന്നിനും ഇത്രയും അധികം പേയ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ആരുടെയും ഉറക്കമോ നിങ്ങൾക്ക് ആർക്കുമോ ഒരു പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിലാണ് എല്ലാ എഗ്രിമെന്റുകളും ചെയ്ത്. കോൺഫെഡറേഷന്റെ ഡീഡിൽ പോലും അനന്തകൃഷ്ണന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല. പിടിയിലായ ശേഷം അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി ആനന്ദകുമാർ ഉറപ്പുകൾ പാലിച്ചില്ല എന്നതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മാധ്യമങ്ങളോടും അനന്തകൃഷ്ണൻ ഇത് ആവർത്തിച്ചു. ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത്. NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധിയാണ്. അദ്ദേഹമാണ് ചെയർമാൻ, അദ്ദേഹമാണ് NGO കോൺഫെഡറേഷന്റെ ചെയർമാൻ. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇത് 2023 ഏപ്രിലിൽ NGO കോൺഫെഡറേഷന്റെ ബോർഡ് യോഗത്തിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ്. ആ സംഭാഷണത്തിൽ തന്നെ ആനന്ദകുമാറും മറ്റ് ബോർഡ് അംഗങ്ങളും ഇതിന്റെ പ്രായോഗികതയെക്കുറിച്ച്, ഇതിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ സംശയങ്ങൾക്ക് മറുപടി അനന്തകൃഷ്ണൻ പറയുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഈ ഏപ്രിൽ 8 മുതൽ ഇനി നിക്ഷേപം സ്വീകരിക്കരുതെന്ന നിർദ്ദേശം അവർ പറയുന്നുണ്ട്. അത് സ്വീകരിക്കില്ല. ഇനി മുതൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാം ജൂൺ 30-നകം കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായ വ്യത്യാസവും വിശദീകരണം നൽകലും ഒക്കെ ഓൾറെഡി നടന്നിട്ടുണ്ട്. അത് ഇത്ര നേരത്തെ തന്നെ അവർക്കതിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു, അതായത് ഏപ്രിലിൽ തന്നെ. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ് കേരളം കണ്ട ഒരു പക്ഷേ സമാനതകളില്ലാത്തൊരു തട്ടിപ്പാണ് ഈ പാതിവില തട്ടിപ്പ് എന്ന പേരിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. അത് നിരവധി ആളുകളിലായി പുറത്തു വരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് ഈ സംഘടനയ്ക്കകത്ത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ടായിരുന്നു, ഭിന്നതയുണ്ടായിരുന്നു എന്ന കാര്യമാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകരെ കേൾപ്പിച്ച ഈ ഓഡിയോ സംഭാഷണം മാസങ്ങൾക്ക് പുറകിൽ നടന്ന ഒരു ഓൺലൈൻ യോഗത്തിൽ നടന്നതാണ്. ആ ഓൺലൈൻ യോഗത്തിൽ ഈ സംഘടനയുടെ ബോഡി യോഗത്തിൽ, ഓൺലൈനായി നടന്ന ബോഡി യോഗത്തിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതിൽ ആനന്ദകുമാർ ഈ പദ്ധതിയുടെ ഒരു മുന്നോട്ട് പോക്ക് സംബന്ധിച്ച് തൻ്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വരുന്ന പണം, ആ പണത്തിൻ്റെ ബ്രേക്കപ്പ് എങ്ങനെയാണ്, അതിൽ ഗുണഭോക്തൃ വിഹിതം, ഒപ്പം തന്നെ മറ്റു പണം വരുന്നത്, അതിൻ്റെ തിരിച്ചടവ്, ഇതടക്കമുള്ള നിക്ഷേപകർക്ക് തിരിച്ച് അതിൻ്റെ വസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വൈകൽ ഉണ്ടായപ്പോഴാണ് ഇത്തരം ആശങ്കകൾ പങ്കുവച്ചത്. പക്ഷേ ഈ ചോദ്യത്തിന് അനന്തകൃഷ്ണൻ കൃത്യമായി
കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ന കാര്യം ആനന്ദകുമാർ ആ യോഗത്തിൽ തന്നെ പറയുന്നത് കാണാം. അതിനുശേഷമാണ് ഇനി അങ്ങോട്ട് ഒരു നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കരുത്, ഇതുവരെ വന്ന നിക്ഷേപം, ആ നിക്ഷേപത്തിൻ്റെ പണം ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവർക്ക് അത് വസ്തുക്കളായി, വാഹനങ്ങളും മറ്റു വസ്തുക്കളുമായി തിരികെ കൊടുക്കണം എന്ന നിലപാടെടുക്കുകയാണ് ആനന്ദകുമാർ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അനന്തകൃഷ്ണൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഈ കമ്പനി രൂപീകരിച്ചിരിക്കുന്നു, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം തനിക്കാണ്. നിലവിൽ വന്ന പണം ആനന്ദകുമാർ പറഞ്ഞതുപോലെ ഇനി പുതിയ നിക്ഷേപം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പണം അത് തിരികെ കൊടുക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണ്, അതിൽ കോൺഫെഡറേഷൻ ഉത്തരവാദിത്തമില്ല എന്ന വാദമാണ് അനന്തകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ വ്യക്തമാവുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഈ സംഘടനയ്ക്കകത്ത് ഇത് സംബന്ധിച്ച ഭിന്നത ഉണ്ടായി എന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അതിനുശേഷം പിന്നീടും ഈ കോൺഫെഡറേഷൻ്റെ പരസ്യ യോഗങ്ങളിൽ, പൊതു മീറ്റിങ്ങുകളിൽ, പൊതുയോഗങ്ങളിലൊക്കെ ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഒന്നിച്ചു ചേർന്ന് പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ്. അതായത് സംഘടനയ്ക്കകത്ത് തർക്കമുണ്ടോ എന്ന് തെളിവുകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയും അതിനുശേഷം പൊതുയോഗങ്ങളിൽ നിക്ഷേപകരെ സ്വാധീനിക്കാൻ ഇരുവരും ഒന്നിച്ച് ഒരേ വേദിയിലെത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ്. അതിനുശേഷം മറ്റു കാര്യം കൂടി, ഇപ്പോൾ ഈ കേസ് പോലീസിന് മുന്നിലെത്തി അറസ്റ്റ് നടന്നതിന് ശേഷം അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴിയിലും ആവർത്തിച്ചത് ആനന്ദകുമാറിനെ കുറ്റപ്പെടുന്ന നിലപാടാണ്. കാരണം ആനന്ദകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, ആനന്ദകുമാറാണ് ഉറപ്പ് നൽകിയത് CSR ഫണ്ട് കൊണ്ടുവരുമെന്ന്. ആ CSR ഫണ്ട് കിട്ടാതെ പോയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നതാണ്. അല്പസമയം മുമ്പ് കേട്ട മാധ്യമങ്ങളുടെ പ്രതികരണത്തിലും അത് അനന്തകൃഷ്ണൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ നമ്മൾ പോലീസിന് മുന്നിൽ പരാതികളായി എത്തിയ ഈ പ്രതിസന്ധി നേരത്തെ തന്നെ ഈ സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു. അത് സംബന്ധിച്ച തർക്കങ്ങളും ആശയവിനിമയങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് ഈ ആനന്ദകുമാർ ഇപ്പോൾ ഇന്നലെ CN രാമചന്ദ്രൻ നായർക്ക് ഇതുമായി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദകുമാറിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങി. ആനന്ദകുമാർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്നുണ്ട്. അതായത് ഇനി അറിയേണ്ടത്, ബോധപൂർവം ഇയാൾ അനന്തകൃഷ്ണൻ ഈ പേരും ഈ സായി ഗ്രാമത്തിൻ്റെ പേരുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, അതോ ഇതിൽ ആനന്ദകുമാറിന് ഏത് സ്റ്റേജ് വരെ പങ്കുണ്ടായിരുന്നു, ആനന്ദകുമാറിന് അറിവുണ്ടായിരുന്നു? ഇക്കാര്യങ്ങളാവില്ലേ ഈ കേസിൽ ഒരുപക്ഷെ ആനന്ദകുമാറിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി തരിക? തീർച്ചയായും അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തന്നെ തെളിയേണ്ട കാര്യമാണ്. ഇതുവരെയും ക്രൈംബ്രാഞ്ച് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളിലേക്കോ കടക്കുകയും ചെയ്യും. എന്തായാലും ആനന്ദകുമാറിലും നിയമപ്രകാരം ഈ വിഷയത്തിൽ തീർച്ചയായും കക്ഷിയാണ്. കാരണം ആനന്ദകുമാർ ഇതിന്റെ ചെയർമാനായിരുന്നു, കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു. ആനന്ദകുമാറിനെ മുൻനിർത്തി തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത്. ആനന്ദകുമാറിന്റെ വാദം തനിക്കിതൊന്നും അറിയില്ലായിരുന്നു, താനും ഇരയായി മാറി എന്നതാണ്. പക്ഷേ ആനന്ദകുമാറിന്റെ ഉറപ്പുകളും അദ്ദേഹത്തിന്റെ ഗുഡ്വിലും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയത്. ഏറ്റവും ഉദാഹരണം നമുക്ക് മുന്നിൽ നടന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഇടപാടിൽ പോലും ആനന്ദകുമാർ ആയിരുന്നു ഇടനിലക്കാരൻ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ആനന്ദകുമാർ കുറ്റക്കാരനാണ്. മറ്റൊന്ന്, ഈ പരാതികളിലെല്ലാം അനന്തകൃഷ്ണനൊപ്പം പരാമർശിക്കുന്ന പേര് കൂടിയാണ് ആനന്ദകുമാറിൻ്റെത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കണം. എന്തുകൊണ്ട് ആനന്ദകുമാറിലേക്ക് ഇതുവരെ അന്വേഷണ സംഘം എത്തിയില്ല എന്നൊരു സംശയം പോലും നമുക്ക് ഉന്നയിക്കാവുന്ന ഘട്ടമാണിത്. കാരണം എന്തുകൊണ്ട് ഈ അനന്തകൃഷ്ണൻ കസ്റ്റഡിയിലുണ്ട്, മൊഴികളെടുക്കുന്നു, നിരവധികൾ പരാതി വരുന്നു, ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. അത്തരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരാതികളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിൻ്റെ നീക്കമുണ്ടായപ്പോഴും ആനന്ദകുമാറിലേക്ക് എന്തുകൊണ്ട് എത്തിയില്ല എന്ന ചോദ്യമുണ്ട്. ഇതിനിടയിലാണ് ഈ ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇരുവരും തമ്മിൽ അവരുടെ വാദങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പദ്ധതി ഈ നിലയിലെത്തിയതിന് സംബന്ധിച്ച് ആശങ്ക അവർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് വ്യക്തമാവുന്നത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന NGO കോൺഫെഡറേഷൻ ബോർഡ് യോഗത്തിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. ഈ ശബ്ദരേഖ പ്രകാരം ഈ പദ്ധതി സംബന്ധിച്ച സംശയങ്ങൾ ബോർഡ് അംഗങ്ങൾക്കും ബോർഡിൻ്റെ ചെയർമാനായ ആനന്ദകുമാറിനും ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം തനിക്കാണെന്ന് പറഞ്ഞ അനന്തു, പക്ഷേ ഇപ്പോൾ പറയുന്നത് ആനന്ദകുമാർ വാക്കുപാലിച്ചില്ല, CSR ഫണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞത് ആനന്ദകുമാറാണെന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിന് മുന്നിലേക്ക് ഈ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള തെളിവുകൾ എത്തുമ്പോഴായിരിക്കും കൃത്യമായ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. മറ്റു വാർത്തകളിലേക്ക് പോകാം. കോട്ടയത്ത് നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ നടപടി. 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ സസ്പെൻഡ് ചെയ്തു. 5 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 1ാം വർഷ വിദ്യാർത്ഥികളെയാണ് റാഗിങ്ങിന്റെ പേരിൽ അതിക്രൂരമായി ഉപദ്രവിച്ചത്. ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ പകർത്തിയതായും FIR-ൽ പറയുന്നു. ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് കേസെടുത്തത്. പ്രതികളിൽ 2 പേർ
കോട്ടയം സ്വദേശികളും മറ്റ് 2 പേർ മലപ്പുറം സ്വദേശികളുമാണ്. ഒരു പ്രതി വയനാട് സ്വദേശി. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, മാസങ്ങളായി നടന്നു വന്ന അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ പീഡനമാണ്, അല്ലാതെ ഇതിനെ റാഗിംഗ് എന്നൊന്നും പറഞ്ഞ് ചെറുതാക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണ് അവസാനം പുറത്തു വരുന്നത്? എത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ കുട്ടികൾ ഇരയാവേണ്ടി വന്നിട്ടുണ്ട്? ക്രൂരമാണ്. അത് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിന്റെ ദൃശ്യങ്ങൾ തന്നെയുണ്ട്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. അതായത് ശരീരത്ത് മുഴുവൻ ലോഷൻ പുരട്ടുക, അതിനുശേഷം കോമ്പസിലെ ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക, വായിൽ ക്രീമുകൾ തേക്കുക, ഈ നഗ്നനാക്കി കിടത്തി കട്ടിലിൽ കെട്ടിക്കിടത്തിയ ശേഷം അതിൽ ഈ ഡംബൽ പോലെയുള്ള ഈ ജിമ്മിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ലൈംഗിക അവയവത്തിന് മുകളിൽ വെക്കുക, അങ്ങനെ പല തരത്തിലുള്ള പീഡനമാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവരിൽ നിന്ന് മദ്യപിക്കുന്നതിന് വേണ്ടി പണപ്പിരിവും കൃത്യമായി നടത്തിയിരുന്നു എന്നുള്ളത് പോലീസ് കേവലം മൊഴി മാത്രമല്ല, അതിന് തെളിവുകളുണ്ട്, വീഡിയോ അടങ്ങുന്ന തെളിവുകൾ അടക്കമുണ്ട്. ഇതാണ് ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്ത് ഈ 5 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. രാവിലെ 10 മണിയോടുകൂടി ഇവരെ വൈദ്യപരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പ്രതികളെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഏലപ്പാറ സ്വദേശിയായ ലിബിൻ എന്ന കുട്ടിയുടെ പരാതിയിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തിരുന്നു. മറ്റ് 3ഓളം കുട്ടികളും പരാതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ FIR ഇട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ്. എന്തായാലും ഈ പരാതിയിൽ അന്വേഷണം നടത്തി ഇന്ന് തന്നെ സീൻ മഹസർ തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം ഈ കോളേജിലെത്തും, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവരുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ തുടരുകയാണ്. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കയർ ബോർഡിലെ ഉദ്യോഗസ്ഥയായ ജോളി മധു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് എഴുതിയ കത്ത് പുറത്ത്. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു, സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും കത്തിൽ ജോളി പറയുന്നു. പേടിയാണെന്നും ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാവുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ജോളിയുടെ സംസ്കാരം ഇന്നാണ് നടക്കുക. അതിനിടയിലാണ് ഈ കത്ത് പുറത്തുവരുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, നേരത്തെ തന്നെ ജോളി പ്രധാനമന്ത്രിക്കടക്കം ഈ പരാതി അയച്ചിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ മരണത്തിന് ശേഷം ഈ കുടുംബം പുറത്തുവിടുന്ന ഈ കത്ത്, പാതി പൂർത്തിയാക്കാത്ത ആ കത്തിൽ ഉൾപ്പെടെയുള്ളത് അനുഭവിച്ച പ്രയാസങ്ങളാണ്, മാനസിക പീഡനമാണ്. ഇത് കുടുംബത്തിന് ആരോപണങ്ങൾക്ക് എത്രത്തോളം ശക്തി പകരുന്നത്? ശ്രീജ, കുടുംബം തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് കാരണം ഇവർ മാനസികമായി വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. അവരുടെ ഓഫീസിൽ നിന്ന് യാതൊരു പിന്തുണയും അവർക്ക് ലഭിച്ചിരുന്നില്ല. അവരുടെ രോഗാവസ്ഥയെ യാതൊരു രീതിയിലും അവർ പരിഗണിച്ചിരുന്നില്ല. അവർ നടത്തിയ പോരാട്ടങ്ങൾ, അതിൽ കമ്പനിക്കകത്ത് ബോർഡിനകത്ത് നടത്തിയ പോരാട്ടങ്ങളിൽ അവർക്ക് എതിരെയായിരുന്നു ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ നിലപാടെടുത്തതെന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഈ കത്ത്. കാരണം കുടുംബം പറയുന്നത് ഈ കത്ത് എഴുതുന്നതിന് അത് പൂർത്തിയാക്കാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. കടുത്ത സമ്മർദ്ദം മൂലം അവർ വീഴുകയായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഓരോ വരിയിലും നീളിക്കുന്നതും അവരെ ആ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണ്. കാരണം അവർ വലിയ രീതിയിലുള്ളൊരു വിഷമങ്ങൾ അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മേലുദ്യോഗസ്ഥർക്ക് അവർ മാനസികമായി പീഡിപ്പിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ ചെയർമാന് മുന്നിലേക്ക് പോകാൻ തന്നെ തനിക്ക് ഭയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുടുംബം പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഇവരുടെ ഒരു അവസാന മൊഴി എന്നെല്ലാം തന്നെ പറയാവുന്ന, അടിവരയിടാവുന്ന ഈ കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ തുടർച്ചയായ നടപടികൾ ഉണ്ടാകണമെന്ന് പറയുന്നു. ഒപ്പം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അന്വേഷണം അവരുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമാണ്. അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അതിനകത്ത് തന്നെയുള്ളൊരു അന്വേഷണമാണ്. അതുകൊണ്ടൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘമാണ് ഇതിൽ വേണ്ടത് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഇന്ന് ജോളി മധുവിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ അടക്കം അവിടെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇന്നും സമാന രീതിയിൽ പ്രതിഷേധങ്ങൾ അവിടെ തുടരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിലുള്ളൊരു അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ്. അന്വേഷണത്തെ പക്ഷേ കുറച്ചുകൂടി അത് നിഷ്പക്ഷമാക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രത്യേകിച്ച് ഈ കത്തുകൂടി പുറത്തു വരുമ്പോൾ പൊതുസമൂഹം അത് തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഇതിനകത്ത് ഒരു ഇന്റേണൽ എൻക്വയറി എന്ന രീതിയിൽ ഇതിനെ കണ്ടാൽ കാര്യങ്ങൾ പുറത്തു വരില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ജോളിക്ക് തൊഴിലിടത്തിൽ നേരിട്ടത് തുടർച്ചയായ മാനസിക പീഡനമാണെന്നതിന് കൂടുതൽ തെളിവുകൾ കുടുംബം പുറത്തുവിടുകയാണ്. ക്യാൻസർ അതിജീവിതയായ ജോളിയെ ചട്ടവിരുദ്ധമായാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കയർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം കയർ ബോർഡിലെ 4 പേർക്കെതിരെ കുടുംബം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് മാസം 19-നാണ് ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രിയിലേക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് ജോളിക്ക് കിട്ടുന്നത്. തുടർന്ന് സ്ഥലംമാറ്റത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജോളി അപേക്ഷ നൽകി. ക്യാൻസർ അതിജീവിതയാണെന്നും 2016 മുതൽ ചികിത്സയിലാണെന്നും ആജീവനാന്തം ചികിത്സ വേണമെന്നും സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതമായിരുന്നു അപേക്ഷ. മെഡിക്കൽ ലീവിനും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. ക്യാൻസറോ ഹൃദ്രോഗമോ പോലെയുള്ള രോഗങ്ങളുള്ളവരെ സ്ഥലം മാറ്റരുതെന്നാണ് കയർ ബോർഡിന്റെ ബൈലോ അനുശാസിക്കുന്നത്. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ ഇടുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലറൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കയർ ബോർഡിലെ ജീവനക്കാർക്ക് ഇനിയെങ്കിലും ഇത്തരം ദുരനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ തുറന്നു പറയുന്നതെന്നും ജോസഫ് പറയുന്നു. സെപ്റ്റംബർ 14 മുതൽ ജോളിയുടെ ശമ്പളവും തടഞ്ഞുവെച്ചു. ജോളിയെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തടഞ്ഞുവെച്ചിരിക്കുന്ന 5 മാസത്തെ ശമ്പളം നൽകിയത്. തനിക്ക് ചെയർമാനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ലെന്നും തനിക്കെതിരെയുള്ള നടപടി ജോലിസ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനത്തിന് ഉദാഹരണമാണെന്നും ജോളി എഴുതി വെച്ചിരുന്നു. ആ കത്ത് അപൂർണമാണ്. ഈ സാഹചര്യം തന്റെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാണെന്നും ജോളി കത്തിൽ പറയുന്നു. കടുത്ത മാനസിക പീഡനങ്ങളാണ് ജോളി അനുഭവിച്ചതെന്നും നിരവധി പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും സഹോദരൻ MP മൈക്കിൾ. അതും തീർച്ചയായിട്ടും മെന്റൽ സ്ട്രെസ് കൊണ്ടാണ് ജോളി മധു മരിച്ചത്. ഞങ്ങൾക്കൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെയാണിത് കോസ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആണ് ഞങ്ങൾക്ക് വളരെ സംശയമായിട്ട് തോന്നിയത്. ഞങ്ങളിവിടേക്ക് ഇടയ്ക്ക് പറയും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഒരു സമയത്ത് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ രാജമുദ്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫർ ഓർഡർ വിത്ഡ്രോ ചെയ്യുന്നില്ല, മാസങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പോയി ശമ്പളം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശമ്പളമില്ലാതെയാണ് ജോളി മധു കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കയർ ബോർഡ് ചെയർമാൻ വിപുൽ ഗോയൽ, മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, പ്രസാദ് കുമാർ, അബ്രഹാം CU എന്നിവർക്കെതിരെയാണ് പരാതി. അതേസമയം ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിനായി MSME 3-അംഗ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നവംബറിൽ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ കേരളത്തിലെത്തിയപ്പോൾ ജോളി പരാതിയുമായി മന്ത്രിയെ കണ്ടിരുന്നെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം കുളത്തുപുഴ കണ്ടഞ്ചിറ ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സംശയിച്ച് തൊഴിലാളികൾ. തീപിടുത്തം പ്രതിരോധിക്കാൻ അടിക്കാടടക്കം വെട്ടിമാറ്റിയിരുന്നു. എന്നിട്ടും തീപിടുത്തമുണ്ടായതിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ RDOയ്ക്ക് നിർദ്ദേശം നൽകി.
വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ. മനോജ്, ഏത് തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് ഇവിടെ തൊഴിലാളികൾ സംശയിക്കുന്നത്? തീപിടുത്തം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ തോട്ടത്തിൽ ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് തൊഴിലാളികൾ തന്നത്. തീ പിടിച്ചത് മരങ്ങൾ മുറിച്ചു മാറ്റി പുതിയ തൈകൾ പാകുന്നതിനായി വെച്ചിരുന്ന സ്ഥലത്താണ് ആദ്യം തീപിടുത്തം ഉണ്ടാവുന്നത്. അവിടെ നിന്നും പിന്നീട് തോട്ടത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു. കടുത്ത വരൾച്ചയും കാറ്റും തീ വളരെ വേഗം പടർന്നു പിടിക്കുന്നതിന് കാരണമായി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ദുരൂഹത സംശയിക്കുകയാണ് തൊഴിലാളികൾ. അവിടെ തീപിടുത്തം നിയന്ത്രിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം അവിടെ ഉണ്ടായത് എന്നതാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണ്. മലപ്പുറം തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി പെട്ടത്. ജനവാസ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കൂട് വെച്ചത്. കൂട്ടിലായ കടുവയെ വനത്തിൽ തുറന്നുവിട്ടു. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ നാട്ടുകാർ കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനു വേണ്ടി കുറച്ചു കാലമായി ഇതിന് കൂട് വെച്ചിട്ട് കുറച്ചധികം കാലമായി ചീഫ് എല്ലാം ബന്ധപ്പെടുന്നതോടുകൂടി കുറച്ചധികം കാലം മുമ്പ് കൂട് വെച്ചാണ്. അപ്പോൾ നിരന്തരമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാണ് ഇന്ന് അത് കൂട്ടിക്കൊടുക്കും. അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചേരം പരിശോധിച്ചിട്ട് ഉൾക്കാട്ടിൽ തുറന്നു. അപ്പോൾ നിലവിൽ ഓക്കെയാണ് ആളൊക്കെ. നിലവിൽ ഡോക്ടറിനനുസരിച്ച് ആരോഗ്യസ്ഥിതി. കോതമംഗലത്ത് കടുവയുടെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ സാന്നിധ്യം വനത്തിനുള്ളിൽ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതോടെ കടുവയെ കൂട് വെച്ച് പിടികൂടാനാവില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. കോട്ടപ്പാറ പ്ലാന്റേഷനിലായിരുന്നു കടുവ പശുവിനെ കൊന്നത്. ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും അടിക്കാട് വെട്ടി വൃത്തിയാക്കുമെന്നും മലയാറ്റൂർ DFO അറിയിച്ചു. നമ്മുടെ ആൾറെഡി ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടത്. എവിടുത്തെ സംഭവമായിട്ടുണ്ടോ അവിടെ ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഫോറസ്റ്റ് റേഞ്ച് ഏരിയാസ് ഒരു 3-4 സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇല്ല, ഈ പുറത്ത് ഏരിയയിൽ ഒന്നുമില്ല. ബൗണ്ടറി ഏരിയയിലും അങ്ങനെയായിട്ട് ഒന്നുമില്ല. ഫോറസ്റ്റ് അകത്താണ് അത് മാത്രമാണ് ഉള്ളത്. ഓക്കെ, പുറത്ത് ഏരിയയിൽ ഒന്നും മൂവ്മെന്റ് ഒന്നുമില്ല. ഇല്ല, അതാണ് പറയേണ്ടത്. നമുക്ക് ഏതെങ്കിലും പുറത്ത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് NTC പ്രോട്ടോകോൾ പ്രകാരം റിക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഏതൊക്കെ മൂവ്മെന്റ് ഉണ്ടോ കംപ്ലീറ്റ്ലി അകത്താണ് ഉണ്ടത്. ആൻഡ് ദെൻ ഏതൊക്കെ ഈ കടുവ ടെൻഡൻസി നോക്കെങ്കിൽ നമ്മുടെ ലാസ്റ്റ് 3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റാഫ് അകത്ത് പോയിട്ട് ക്യാമറ ട്രാപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് നോക്കെങ്കിൽ ഏതൊക്കെ ജഡമുണ്ടെന്നോ അത് അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ കടുവയ്ക്ക് അകത്ത് പോകാൻ ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. നമ്മൾ ആൾറെഡി പാട്രോളിംഗ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ. എന്താണ് ഈ ആഴ്ചയിൽ തന്നെ മാക്സിമം നമുക്ക് ഏതൊക്കെ അരിക്കാടുണ്ടോ ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് കൂടാ, NGO സപ്പോർട്ട് കൂടാ, നമുക്ക് ഈ ഭാഗത്തുകൊണ്ട് അരിക്കാട് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. എന്താ നമ്മുടെ ഫെൻസിംഗ് വർക്ക് ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എത്ര പെട്ടെന്നെങ്കിലും അത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ വനം വകുപ്പ്. സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ചികിത്സയ്ക്കായി കോടനാട് പ്രത്യേക കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. വീണ്ടും മയക്കുവെടി വെച്ച് ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഹർത്താലിന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ല. വ്യാപാരികളും ഹർത്താലിനോട് സഹകരിക്കുന്നില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 മണി വരെയാണ്.
കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം ഇന്ന് നടക്കും. മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസിന് ഫുൾ കോർട്ട് റഫറൻസിൽ ഇന്ന് യാത്രയയപ്പ് നൽകും. ജുഡീഷ്യൽ സർവീസിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് ആയി പ്രവേശിച്ച ജസ്റ്റിസ് സോഫി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ കൂടിയായിരുന്നു. 2021 ഒക്ടോബറിലാണ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതയായത്. ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി ചുമതല വഹിക്കുമ്പോഴായിരുന്നു നിയമനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധികം ദൂരമില്ല. അപ്പോഴത്തേക്കും എല്ലാ പദ്ധതികളുമൊക്കെ തയ്യാറാക്കി പദ്ധതികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് മുന്നണികൾ. തിരുവനന്തപുരത്ത് നഗരസഭയിലെ ഭരണം പിടിക്കാൻ BJP അണിയറ നീക്കങ്ങൾ സജീവമാക്കിയെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരുന്നു. സമാനമായ രീതിയിൽ നീക്കങ്ങൾ തുടങ്ങുകയാണ് കോൺഗ്രസ് ക്യാമ്പും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുന്ന മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരരംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. AICC സെക്രട്ടറി PC വിഷ്ണുനാഥിനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല. 100 അംഗ കൗൺസിലിൽ 10 അംഗങ്ങൾ മാത്രമുള്ള ദയനീയ സാഹചര്യത്തിൽ നിന്ന് നഗരസഭയുടെ ഭരണം പിടിക്കാൻ പാതിയിലേറെ സീറ്റിൽ ജയം ലക്ഷ്യമാക്കിയാണ് UDFന്റെ രാഷ്ട്രീയ നീക്കം. നഗരഭരണം കൈയാളുന്ന LDFന് 51 അംഗങ്ങളും മുഖ്യപ്രതിപക്ഷമായ NDAയ്ക്ക് 34 അംഗങ്ങളുമാണ് നിലവിലുള്ളത്. നഗരപരിധിയിൽ BJP സ്വാധീനമുറപ്പിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിൽ നിന്നുള്ള വോട്ട് വിഹിതത്തിൽ അത് പ്രകടമാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കരുതലോടെയുള്ള UDF നേതൃത്വത്തിൻ്റെ ഇടപെടൽ. മേയർ സ്ഥാനത്തേക്ക് ഒരു മുഖമുയർത്തി കാണിക്കാതെ 10-ലേറെ പ്രമുഖരെ വിവിധ മേഖലകളിൽ നിന്നായി മത്സരിപ്പിക്കാനാണ് നീക്കം. MLA-മാരായിരുന്ന KS ശബരിനാഥൻ, MA വാഹിദ് എന്നിവർക്ക് പുറമെ മുൻമന്ത്രി VS ശിവകുമാർ, KPCC സെക്രട്ടറിമാരായ ജോൺ വിനീഷ്യസ്, KS ഗോപകുമാർ, JS അഖിൽ, UDF ജില്ലാ ചെയർമാൻ PK വേണുഗോപാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമം, വിനോദ് യേശുദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി R നായർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അനിൽ തുടങ്ങിയ പേരുകളാണ് മത്സരരംഗത്തേക്ക് നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. ദളിത് പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും സാമുദായിക പ്രാതിനിധ്യവും ഉറപ്പാക്കി ജയസാധ്യത കൂടുതലുള്ള 50 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത പ്രവർത്തനം നേരത്തെ മുതൽ സജീവമാക്കാനാണ് UDF ക്യാമ്പിൻ്റെ തീരുമാനം. നഗരസഭയിൽ സ്വാധീനം തിരിച്ചുപിടിക്കാനായാൽ നിയമസഭാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം ഹാജരാകുന്നതിൽ നിന്ന് MV ഗോവിന്ദനെ ഒഴിവാക്കിയിരുന്നു. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വൈകിട്ട് 4-നാണ് MV ഗോവിന്ദൻ ഹാജരാവുക. മറ്റ് നേതാക്കൾ കഴിഞ്ഞ ദിവസം ഹാജരായി ക്ഷമാപണം നടത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലത്തെ കോടതി വിമർശിക്കുകയും ചെയ്തു. മരട് സ്വദേശി N പ്രകാശ് ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജിയാണ് പരിഗണനയിലുള്ളത്. ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും പിണറായി വിജയനുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് CPM ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാവുന്നത്. പല സമ്മേളനങ്ങളും നിയന്ത്രിച്ചത് പിണറായി വിജയൻ നേരിട്ട് തന്നെയായിരുന്നു. കാര്യമായ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനായത് പാർട്ടി നേതൃത്വത്തിന് ആത്മവിശ്വാസം പകരുന്നു. അടുത്ത മാസം 6 മുതൽ 9 വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. PV അൻവർ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റുകളുടെ അകമ്പടിയോടെയായിരുന്നു CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായത്. അൻവറിന്റെ മാർഗം ശശിയായിരുന്നുവെങ്കിലും ലക്ഷ്യം പിണറായി വിജയനായിരുന്നു എന്ന് വ്യക്തം. പാർട്ടി നേതൃത്വത്തിലെ ഉന്നതരുടെ പിന്തുണയും അൻവറിനുണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യം. അപകടം തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ അൻവറിനെ പുകച്ചു പുറത്തു ചാടിച്ചു. അൻവറിന്റെ പാരമ്പര്യവും വഴിയും കോൺഗ്രസ് ആണെന്ന സന്ദേശം പാർട്ടി പ്രവർത്തകർക്ക് നൽകി. അതിനുശേഷം പിണറായി നയിച്ച വഴിയിലൂടെയായിരുന്നു സമ്മേളനങ്ങളുടെ പോക്ക്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അതൊന്നും പരിധി വിട്ടില്ല. ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടന്നതോടെ പൂർണ്ണമായും നേതൃത്വം വെട്ടിയ വഴിയിലേക്ക് സമ്മേളനങ്ങൾ മാറി. പാർട്ടി സെക്രട്ടറിയെപ്പോലും അപ്രസക്തനാക്കിക്കൊണ്ട് സമ്മേളനങ്ങളുടെ കടിഞ്ഞാൺ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ ഏറ്റെടുത്തു.
6 ജില്ലകളിൽ പുതിയ സെക്രട്ടറിമാർ വന്നു. ഇതിൽ വയനാട് നേതൃത്വത്തെ അമ്പരിപ്പിച്ച നീക്കത്തിലൂടെ ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖ് CPM ജില്ലാ സെക്രട്ടറിയായി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M രാജഗോപാൽ എത്തിയതും അപ്രതീക്ഷിതമായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താൽപര്യമാണ് മെഹബൂബിനെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാക്കിയത്. കൊല്ലത്ത് സുദേവൻ മാറുമെന്ന പ്രതീതി ഉയർന്നെങ്കിലും സംസ്ഥാന നേതൃത്വം സുദേവനൊപ്പം നിന്നു. ആലപ്പുഴയിൽ R നാസറിനെ മാറ്റാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം വിജയം കണ്ടില്ല. കണ്ണൂരിൽ MV ജയരാജൻ തുടർന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കണ്ണൂരിൽ നിന്ന് ഇനി ആര് എന്ന ചോദ്യം ഉയരുകയാണ്. അടുത്ത മാസം 5-ന് കൊല്ലം ആശ്രമ മൈതാനത്ത് സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. 6-ന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും. സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ വിപുലമായ അഴിച്ചുപണികൾക്ക് സാധ്യതയുണ്ട്. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കൊച്ചി നഗരത്തിൽ ഇന്ന് നോ ഹോൺ ഡേ. നഗരപരിധിയിൽ നിശബ്ദ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, കോടതികൾ എന്നീ പരിസരങ്ങളിൽ ഹോൺ മുഴക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ബോധവൽക്കരണ പരിപാടി. അമിത ഹോൺ സൃഷ്ടിക്കുന്ന ശബ്ദ മലിനീകരണത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും പറ്റി അവബോധം സൃഷ്ടിക്കാനാണ് ലക്ഷ്യം. നോ ഹോൺ ഡേയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും ഇന്ന് നടക്കും. ഇടവേള. ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട് കടത്തിയതൊക്കെ വിവാദമായ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. ഇരുവരും ഈ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. കിരൺ, എന്നും മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായാണ് ട്രംപിനെ പറയാറുള്ളത്. ട്രംപ് തിരിച്ചു മതി, പക്ഷേ രണ്ടാം തവണ അധികാരത്തിലെത്തുമ്പോൾ ഒരു ഫ്രിക്ഷനിൽ ആണ് തുടക്കം തന്നെ ഉള്ളത്. ഇന്ത്യക്കാരെ ആ തരത്തിൽ ഇങ്ങോട്ട് എത്തിച്ചതിൻ്റെ ധാർമ്മികമായ അതിൽ നിന്നും മാറി നിൽക്കാനൊന്നും ട്രംപിന് കഴിയില്ല. അത് സ്ഥിരം അമേരിക്ക ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും തിരിച്ച് മോദിക്കും അത് മറന്നുകൊണ്ട് ഒരു ഇടപെടൽ സാധ്യമാവുമോ എന്നത് അറിയേണ്ടതാണ്. പക്ഷേ അടുത്ത കുറച്ച് വർഷത്തേക്കുള്ള മുന്നോട്ട് പോക്കിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കൂടിക്കാഴ്ച? ശ്രീജ, ഫ്രാൻസിന്റെ സന്ദർശനം ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ഇന്ന് രാത്രിയോടുകൂടിയാണ് അമേരിക്കയിൽ അദ്ദേഹം എത്തിച്ചേരുക. അമേരിക്കൻ സമയം രാവിലെ ആയിരിക്കും അവിടെ എത്തിച്ചേരുക. അതിനുശേഷം 2 ദിവസമാണ് സന്ദർശനമുള്ളത്. ലോകത്തെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നതിന് ഇന്ത്യക്കും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളും ആ തരത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണിത്. പ്രത്യേകിച്ച് രണ്ടാമത് വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നടപ്പാക്കുന്ന പല നയങ്ങളോടും ഇന്ത്യയോടടക്കം സ്വീകരിച്ച ചില നിലപാടുകളിലൊക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിയോജിപ്പ്, അതൃപ്തി അറിയിച്ചിരുന്നു. കാരണം ഇന്ത്യയിലേക്ക് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാർ 18,000-ഓളം പേർ ഉണ്ടെന്നാണ് അവർ പട്ടിക തയ്യാറാക്കിയത്. അങ്ങനെയുണ്ട് എന്നുള്ളത് ഇന്ത്യ അറിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്നത് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവരെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടല്ല സ്വീകരിച്ചത്. പക്ഷേ അവരുടെ ഒന്നാം ഘട്ടത്തിൽ 205 പേരെയാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. ആ 205 പേരെ സൈനിക വിമാനത്തിൽ കയറ്റി അയക്കുമ്പോൾ അവർക്ക് കാലിലും കയ്യിലും വിലങ്ങ് അണിയിച്ചാണ് അവരെ ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ ഈ ഒരു വിമാനത്തിൽ കയറിയ ശേഷമെങ്കിലും വിലങ്ങ് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ല. അവരോട് അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് അവർക്ക് പാലിക്കേണ്ട മാന്യത അനുസരിച്ച് ആ തരത്തിലേക്കുള്ള ഒരു മാന്യത ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയില്ല. ആദ്യഘട്ടത്തിലൊക്കെ ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായ ഒരു എതിർപ്പ് ഉയർത്താതിരുന്നത് മോദിയുടെ ഈ സന്ദർശനം പ്രമാണിച്ചായിരുന്നു. പക്ഷേ പാർലമെന്റിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനിയും വിവിധ ഘട്ടങ്ങളായിട്ട് വേണം ആളുകളെ ഇന്ത്യയിലേക്ക് അയക്കാൻ. 200 പേരെയോ അല്ലെങ്കിൽ 300 പേരെയോ കൂടുതൽ ഒരുമിച്ച് അയക്കാൻ കഴിയില്ല. 18,000 പേരെയൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ കാലമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ അങ്ങനെ എല്ലാവരെയും മടക്കി അയക്കുമെന്ന് ഇന്ത്യയും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ സ്വീകരിക്കും എന്നുള്ള നിലപാട് തന്നെ ഔദ്യോഗികമായി നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് ഇത്രയധികം പേർ മടങ്ങി വന്നാൽ ഉണ്ടാകാവുന്ന പ്രയാസം, അല്ലെങ്കിൽ അവരെല്ലാവരും അമേരിക്കയിൽ മറ്റൊരു രീതിയിൽ ജീവിക്കേണ്ട ആളുകളാണ്, അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളടക്കം നിരവധി വിഷയങ്ങളുണ്ട്. ഇതിനെ പരമാവധി വൈകിപ്പിക്കുക എന്നുള്ള നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കാൻ
ഉന്നയിക്കാൻ സാധ്യത. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരെ ഇങ്ങനെ കയറ്റി അയക്കുന്നെങ്കിൽ അവരോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം എന്നുള്ള ഇന്ത്യൻ പൗരന്മാരോട് അന്തസ്സ് പുലർത്തണം എന്നുള്ള ആവശ്യവും എന്തായാലും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വാണിജ്യ രംഗത്തും ചൈനയുമായിട്ടുള്ള ബന്ധം, ഇത്തരം വിഷയങ്ങളിലായിരിക്കും പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. ചൈനയുമായി അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പ്രതികരണങ്ങൾ, ഇന്ത്യ ആ സമയത്ത് സ്വീകരിക്കുന്ന നിലപാടിൽ, അത്തരം വിഷയങ്ങളിലായിരിക്കും പ്രധാനമായും ചർച്ച നടക്കുക. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി അമേരിക്കയിലെത്തുന്ന നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇതുവരെ നൽകി വന്ന എല്ലാ സഹായങ്ങളും നിർത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ പുതിയ ലാൻഡ് ആക്ടാണ് ട്രംപിനെ ഇങ്ങനെ ചൊടിപ്പിച്ചത്. എന്നാൽ ഈ അവസരം മുതലാക്കാനുള്ള നീക്കത്തിലാണ് ചൈന. അമേരിക്കയെ കൈയൊഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയെ ചേർത്ത് നിർത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന തയ്യാറെടുത്തു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം വെറുപ്പിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചു പോരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സഹായങ്ങളും പിൻവലിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ്. മാത്രമല്ല, യുഎസിലെ ആഫ്രിക്കൻ ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥി പട്ടികയിൽപ്പെടുത്താനും ട്രംപ് ആലോചിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ കൊണ്ടുവന്ന ലാൻഡ് നിയമമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. രാജ്യത്തെ ഭൂരിപക്ഷം കറുത്ത വർഗ്ഗക്കാർക്കും സ്വന്തമായി മണ്ണില്ല. എന്നാൽ ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ കയ്യിലാണ് ഭൂരിഭാഗം സ്ഥലങ്ങളും. ഇങ്ങനെ അനധികൃതമായി കൈയടക്കിയിരിക്കുന്ന മണ്ണ് തിരികെ പിടിച്ച് പൊതുജനോപയോഗത്തിന് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ലാൻഡ് നിയമം. ഈ നിയമം ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുമെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം. ആഫ്രിക്കൻ വംശജനായ ഇലോൺ മസ്കും ഈ വിഷയം ചൂണ്ടിക്കാട്ടി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ വിരട്ടലിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഏത് സാഹചര്യത്തിലും സഹായം വാഗ്ദാനം ചെയ്ത് ചൈന മറുവശത്തുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം വളർത്താൻ ലക്ഷ്യമിടുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ പുതിയ നിലപാട് സഹായകമാകും. നിലവിൽ ആഫ്രിക്കയും ചൈനയും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം നിലവിലുണ്ട്. മാത്രമല്ല, ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ആഫ്രിക്കയുടെ കരുത്താണ് ചൈന. ആഫ്രിക്കയ്ക്ക് സ്വന്തം സാറ്റലൈറ്റുകൾ നിർമ്മിക്കാൻ ചൈന കെയ്റോയിൽ സ്പേസ് ലാബ് തുറന്നു കഴിഞ്ഞു. ഇതിനുള്ള ഉപകരണങ്ങളെല്ലാം ബെയ്ജിങ്ങിൽ നിന്നാണ് എത്തുന്നത്. ഇങ്ങനെ ആഫ്രിക്കയെ സഹായിക്കുന്നതിലൂടെ രാജ്യത്തെ സ്പേസ് ഏജൻസികൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ചൈനയ്ക്കും ലഭ്യമാകും. കൂടാതെ ഭൂഖണ്ഡത്തിൽ വേരുറപ്പിക്കാനും സാധിക്കും. ഒരവസരം കാത്തിരുന്ന ചൈനയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്ക എതിരായതോടെ ചൈനയ്ക്ക് പുറമെ ബ്രിക്സ് രാജ്യമായ റഷ്യയോടും സൗത്ത് ആഫ്രിക്ക അടുക്കുകയാണ്. സംയുക്ത സൈനിക അഭ്യാസത്തിന് സൗത്ത് ആഫ്രിക്ക റഷ്യൻ യുദ്ധക്കപ്പലുകളെ ക്ഷണിച്ചു കഴിഞ്ഞു. അതേസമയം അമേരിക്കയുടെ നിലപാട് ബ്രിക്സ് രാജ്യങ്ങളെ ഒറ്റക്കെട്ടായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണം. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ഡോളറിന് ബദൽ വേണമെന്ന ആശയം ഉയർന്നിരുന്നു. ട്രംപ് രാജ്യങ്ങൾക്കെതിരെ നികുതി യുദ്ധം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബദൽ നീക്കങ്ങൾ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഇതുവരെയും തീരുമാനമായില്ല. BJP MLA-മാർക്കിടയിൽ സമവായമാകാത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ട്. സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്ന മണിപ്പൂരിന്റെ ചുമതലയുള്ള സംപിത് പാത്ര MLA-മാരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണർ രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഉടൻ റിപ്പോർട്ട് കൈമാറും. ഒരു ഭാഗത്ത് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ, മറുഭാഗത്ത് ബിരേൻ സിംഗ് അനുകൂലികളായ മെയ്തേ സംഘടനകൾ. ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിനായിട്ടില്ല. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള BJP MLA-മാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല. മെയ്തേ സംഘടനകളെ പിണക്കാനും BJP തയ്യാറല്ല. തൽക്കാലം മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് തുടരും. BJP-യിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംബിത് പത്ര മണിപ്പൂർ ഗവർണറെ കണ്ട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ ശേഷമാവും അന്തിമ തീരുമാനം. രാഷ്ട്രപതി ഭരണത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന ആശയത്തിനാണ് ഇപ്പോൾ BJP-യിൽ മുൻതൂക്കം. കോൺഗ്രസ് അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ ഭീഷണി മുഴക്കിയതിനെ തുടർന്നായിരുന്നു ബിരേൻ സിംഗിനോട് രാജിവെക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ ഭാഗമായുള്ള പ്രധാന ദിവസങ്ങളിലൊന്നായ മാഘ പൂർണിമയാണ് ഇന്ന്. തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗംഗയും യമുനയും സങ്കല്പത്തിലെ സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമം.
മഹാകുംഭമേള സമയത്ത് ഇവിടെ മുങ്ങിക്കുളിച്ചാൽ പുണ്യമായ വിശ്വാസികൾ കരുതുന്ന 6 പ്രധാന ദിവസങ്ങൾ. കഴിഞ്ഞത് പൗഷ് പൂർണിമ, മകരസംക്രാന്തി, മൗനി അമാവാസി, ബസന്ത പഞ്ചമി. ഇന്ന് മാഘപൂർണിമ. ഇനിയുള്ളത് കുംഭമേളയുടെ സമാപനമായ മഹാശിവരാത്രി. തിക്കും തിരക്കും ഒഴിവാക്കാനായി ഉത്തർപ്രദേശ് സർക്കാർ കർശന നിയന്ത്രണങ്ങളാണ് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രയാഗ്രാജിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. കഴിഞ്ഞ ദിവസം കിലോമീറ്ററുകൾ നീളുന്ന 12 മണിക്കൂറോളം തുടർന്ന ഗതാഗതക്കുരുക്കിന്റെ സാഹചര്യത്തിലാണ് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കമൽ ഹാസൻ രാജ്യസഭയിലേക്ക്. മക്കൾ നീതി മയ്യം നേതാവ് കമൽ ഹാസൻ രാജ്യസഭയിലേക്ക് എത്തും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരങ്ങളുമായി TG സജിത്. സജിത്, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ അഭിമാനമായ കമൽ ഹാസൻ ഇനി രാജ്യസഭയിൽ എത്തുമെന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കമൽ ഹാസൻ രാജ്യസഭയിൽ എത്തുകയാണ്. അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ജൂലൈ മാസത്തിൽ തമിഴ്നാട്ടിൽ 6 സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. ഈ ഒഴിവുകളിലായിരിക്കും കമൽഹാസൻ മത്സരിക്കുക. അദ്ദേഹം തമിഴ്നാട്ടിലെ DMK മുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി മക്കൾ നീതി മയ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാൻ മുന്നണിയിൽ ധാരണയുണ്ടായിരിക്കുന്നത്. DMK നേതൃത്വവുമായി ഇക്കാര്യത്തിൽ കമൽഹാസൻ ധാരണയിലെത്തിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാവുന്നത്. ജൂലൈ മാസത്തിലാണ് 6 സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും ഒഴിവ് വരുന്ന. ഈ സീറ്റുകളിലൊന്നിൽ മത്സരിച്ച് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ DMK നേതാക്കളുമായി ധാരണയിലായി. DMKയുടെ മുതിർന്ന നേതാവ് ശേഖർ ബാബു കമൽഹാസനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ സന്ദർശിച്ച് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഷീജ, നമുക്കറിയാം പ്രതിപക്ഷ ചേരിയിലെ ഒരു ശക്തമായ മുഖമാണ് സിനിമയിൽ നിന്നെത്തിയ കമൽഹാസൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ BJP വിരുദ്ധ നിലപാടുകളെടുത്ത് ശ്രദ്ധേയമായ വ്യക്തി കൂടിയാണ്. അങ്ങനെ രാജ്യസഭയിലേക്ക് കമൽഹാസൻ എത്തുകയാണ്. നേരത്തെ മക്കൾ നീതി മയ്യം DMK മുന്നണിയുടെ ഭാഗമായപ്പോൾ നൽകിയിരുന്ന ഉറപ്പാണ് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകുമെന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈയിൽ ഒഴിവ് വരുന്ന സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ഉറച്ച ശബ്ദമാവാൻ നമുക്കൊക്കെ ഏറെ പരിചിതമായ ശബ്ദം, കമൽ ഹാസന്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഈ ദിവസം ഇപ്പോൾ രാവിലെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. DMKയുമായി ധാരണയിലെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജൂലൈയിൽ വരുന്ന ഒഴിവിൽ രാജ്യസഭയിലേക്ക് കമൽ ഹാസൻ എത്തും എന്ന വാർത്തയോടെ നമുക്ക് രാവിലെ അവസാനിപ്പിക്കാം. പക്ഷേ ഈ ദിവസത്തെ വാർത്തകൾ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതുതന്നെയായിരിക്കും ഇന്നത്തെയും പ്രധാനപ്പെട്ട ഫോക്കസ്. ഒപ്പം മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുക, ദേശീയ തലത്തിൽ അതിലൊരു ഉദ്വേഗം നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ നമുക്ക് തുടർന്നും ഫോളോ ചെയ്യാം. ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. രാവിലെ പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ.